അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഒരു അടിപൊളി ബ്രേസ്ലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് കാണിച്ചു തരാം. ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ക്രിസ്റ്റൽ ബീഡാണ് കേട്ടോ, ബ്ലാക്ക് എടുത്തിരിക്കുകയാണ്. പിന്നെ എടുത്തിരിക്കുന്നത് ഗോൾഡ് ബീഡാണ്. അപ്പോൾ പിന്നെ ഫിഷ് ലോക്ക് ആവശ്യമുണ്ട്, ഒന്ന് മതിയാവും കേട്ടോ. അപ്പോൾ ഒന്ന് എടുത്തിരിക്കുകയാണ്. പിന്നെ ജംറിങ്സ് അതും ഒന്ന് മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ക്രിസ്റ്റൽ ഇലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നീളത്തിന് വേണം കേട്ടോ, നമുക്ക് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം കുറച്ച് നീളത്തിന് എടുത്തിട്ട് രണ്ടായിട്ട് ഫോൾഡ് ചെയ്യണം. നമ്മളിങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കി ഇങ്ങനെ എടുക്കില്ല, അതുപോലെ എടുക്കണം. അപ്പോൾ ഇത്രയും മതി എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യാണ് കേട്ടോ. അതിന് ശേഷം ജംറിങ്സ് ഒരറ്റത്ത് ജംറിങ്സ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ഒരറ്റത്ത് ഇട്ടിട്ട് നമുക്ക് ഏറ്റവും എൻഡിൽ കൊണ്ടുവന്ന് ഇതേപോലെ നിർത്തണം. അതിന് ശേഷം ഒരു ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഗോൾഡ് ബീഡ് ഇട്ട് കൊടുക്കേണ്ടത് ആദ്യം ഒരു വശത്തു കൂടെ ബീഡ് ഇങ്ങനെ മറുവശത്തു കൂടെ നമ്മൾ തിരിച്ചിങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യാനുള്ളത്. അപ്പോഴേക്കും നമ്മൾ ആ ജംറിങ്സിൻ്റെ അവിടെ ഒന്ന് ഫോൾഡായിട്ടിരിക്കും ഈ ബീഡ് വന്നിട്ട്, അല്ലെങ്കിൽ ജംറിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന പോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടോ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് ബ്ലാക്ക് ബീഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമുക്ക് രണ്ട് സൈഡിലും ഓരോന്ന് വീതം ഇട്ട് കൊടുക്കണം. അപ്പുറത്തെ സൈഡിലൊന്ന് ഇപ്പുറത്തെ സൈഡിലൊന്ന്, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഇതൊക്കെ ഒരു ചെറിയൊരു ഹോളാണ് കേട്ടോ. അപ്പോൾ അതുവഴി കയറ്റുമ്പോൾ നമുക്ക് കുറച്ച് ഇതായിരിക്കും കയറ്റാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതേപോലെ കിട്ടി. അപ്പോൾ ഇനി അടുത്ത് നമ്മളിടാനുള്ളത് ഗോൾഡ് ബീഡാണ്. ഗോൾഡ് ബീഡ് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ടില്ലേ, അതേപോലെ ഇട്ടാൽ മതി. ഒരു ലെയറിൽ കൂടെ ഇട്ടതിന് ശേഷം അപ്പുറത്തെ ലെയറിൽ കൂടെ അകത്തോട്ട് കയറ്റി ഇപ്പുറത്തെടുക്കണം. അങ്ങനെയാണ് കേട്ടോ. അത് ഈ മുത്തുകളൊക്കെ എൻ്റെ കയ്യിലൊന്നും നിൽക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടത്തന്നെ. അത് ഞാൻ പിന്നെ പിടിച്ചിരുത്തി അതുകൊണ്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും അതുപോലെ ഒന്ന് കയറ്റി കൊടുക്കണം. എന്നിട്ട് രണ്ട് സൈഡും കൂടെ ഒന്ന് പിടിച്ചിങ്ങോട്ട് വലിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ബ്ലാക്ക് ബീഡിൻ്റെ അടുത്ത് പോയി അതവിടെ സെറ്റായിക്കോളും. കണ്ടോ, ഇതുപോലെ നമ്മൾ അവസാനം വരെയും ചെയ്തെടുക്കണം കേട്ടോ. വളരെ ഈസിയാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. കുറച്ച് ക്ഷമയോടെ ചെയ്ത് എടുക്കണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കയ്യിൽ വെച്ച് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഒന്ന് സെലോ ടാപ്പ് വെച്ചൊന്നും ഫിക്സ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിങ്ങോട്ട് കയ്യിൽ കിടന്ന് ഇങ്ങനെ ഇതാവത്തില്ല. അപ്പോൾ അതങ്ങനെ ഫിക്സായി അവിടെ ഇരുന്നോളും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ട് ഇനി നമ്മൾ എങ്ങനെയാണോ ഇപ്പോൾ ചെയ്തത് അതുപോലെ ഫസ്റ്റ് ചെയ്തതുപോലെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ. എനിക്ക് അവസാനം ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കണ്ടപ്പോഴേക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ ഇത് അറിഞ്ഞിടാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല സൂപ്പറായിരിക്കും പിള്ളേർക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടോ, ഇതുപോലെ ലോക്ക് ചെയ്ത് ഇങ്ങോട്ട് ലാസ്റ്റ് വരെയും ചെയ്ത് വരണം. ഇപ്പം ഞാൻ ചെയ്ത് ഇതുവരെ എത്തി കേട്ടോ. ബാക്കി അതുപോലെ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ചെയ്തെടുത്താൽ മതിയായിരിക്കും. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതുപോലെ സെയിം മെത്തേഡിൽ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കണ്ടപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഉണ്ടോ, ഇപ്പോൾ ഞാൻ ഫൈനൽ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് ആ ഗോൾഡ് ബീഡ് കൊണ്ടുവന്ന് ലാസ്റ്റ് അതേപോലെ അങ്ങ് ചെയ്ത് നിർത്താം കേട്ടോ. അതിന് ശേഷം ഫിഷ് ലോക്ക് ഇട്ട് കൊടുക്കണം. ഫിഷ് ലോക്ക് ഇടുമ്പോഴും നമ്മൾ ഗോൾഡ് ബീഡ് എങ്ങനെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തില്ലേ, അതുപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് ടൈറ്റായിട്ടിരിക്കും. അല്ലാതെ നമ്മൾ ഒരു ലെയറിൽ കൂടെ ഇടുമ്പോഴേക്കും അത്ര ടൈറ്റായിട്ടിരിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ കറക്റ്റായിട്ട് നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. ബാക്കി വരുന്നതിനെ കട്ട് ചെയ്തേക്കാം കേട്ടോ. ഉണ്ടോ, ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിത് കയ്യിലിട്ട് നോക്കിയതാണ് കേട്ടോ. നല്ല രസമുണ്ട്, നല്ല നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് കട്ടിയില്ലാത്തൊരു ഇലാസ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ നല്ല അങ്ങനെ ഫ്ലെക്സിബിൾ അങ്ങനെ കിടക്കും കേട്ടോ. അങ്ങനെ എന്താ പറയാൻ, അങ്ങനെ കിടക്കും. നമ്മൾ കയ്യിൽ ഇങ്ങനെ ഇടുമ്പോഴേക്കും അങ്ങനെ കിടന്നോളും കേട്ടോ. മറ്റേ ഇലാസ്റ്റിക് നല്ല കുറച്ച് കട്ടിയുള്ള ഇലാസ്റ്റിക് ആണെങ്കിൽ കുറച്ച് ഇങ്ങനെ മടൽ പോലെ അങ്ങനെ നിൽക്കുന്ന പോലെ നിൽക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്